ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണവിഭവം ഓലനാണ്. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് വൻപയർ തലേന്ന് രാത്രി തന്നെ കുതിർത്തെടുത്തതാണ്. അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടച്ച് അടുപ്പത്തേക്ക് മാറ്റാം. ഇത് കുമ്പളങ്ങയാണ്. അത് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. കുറച്ച് തിന്നായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച വൻപയർ വെന്തിട്ടുണ്ട്. അതിൽ കുറച്ചൊരു വെള്ളം ഇനിയും ഉണ്ട് ബാക്കി. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുക്കർ അടച്ച്, ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറച്ച് ബാക്കി അതിലുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ രുചി കഷ്ണങ്ങളിലും പയറിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി കുക്കർ അടച്ച് ഒരു വിസിലാവുന്ന വരെ വെക്കാം. ഇപ്പോൾ ഒരു വിസിലിന് ശേഷമാണ് ഞാൻ തുറന്നത്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് പോവരുത്, കുഴഞ്ഞു പോവാതെ നോക്കണം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പയറൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇനിയും കൂട്ടിക്കൊടുക്കാം. ഇതിലേക്ക് തിക്കായിട്ടുള്ള 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ ചിരവിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്തത്. അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് മാഗീൻ്റെ ഒക്കെ കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും. അത് ഒരു 3 ടേബിൾ സ്പൂൺ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ സൈഡിലൊക്കെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. ഇതിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്നത്. തേങ്ങാപ്പാലൊക്കെ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. പാകത്തിന് കഷ്ണങ്ങളൊന്നും ഒരുപാട് ഒടിഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഓലനാണ്. തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.